വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ഇപ്പോൾ പാനൂർ വിഷ്ണുപ്രിയ വധക്കേസിൽ ശിക്ഷാവിധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു ഇന്ന് ആ കേസിൽ വിധി പറയുമ്പോൾ എന്തായിരിക്കും കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുക എന്ന്. ഏതായാലും പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് കോടതി. ഇപ്പോൾ ആ ഒരു വരി മാത്രമാണ് നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നത്. കൊലപാതകത്തിന് ജീവപര്യന്തം, വീട്ടിൽ അതിക്രമിച്ച് കടന്നതിന് 10 വർഷം തടവും വിധിച്ചിരിക്കുന്നു. അങ്ങനെ ശിക്ഷാവിധിയുടെ ഓരോ കൂടുതൽ വിവരങ്ങളായി ഇങ്ങനെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തം തടവ്, കൊലപാതകത്തിന് ജീവപര്യന്തം ശിക്ഷ, വീട്ടിൽ അതിക്രമിച്ച് കടന്നതിന് 10 വർഷം തടവ്, അങ്ങനെ ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ കേരളം ഏറ്റവും ഞെട്ടലോടെ കേട്ട ഒരു വാർത്തകളിൽ ഒന്നുകൂടിയായിരുന്നു പാനൂരിലെ വിഷ്ണുപ്രിയയുടെ വധക്കേസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ശ്യാംജിത്ത് പ്രതി കുറ്റക്കാരനാണെന്ന് വിധിച്ചത്. ഈ 2022 ഒക്ടോബർ 22-നാണ് കേസിനാസ്പദമായ ആ ദാരുണമായ സംഭവം നടന്നത്. പാനൂർ വള്ളിയായിലെ 23-കാരിയായ വിഷ്ണുപ്രിയയെ വീട്ടിൽ അതിക്രമിച്ച് കയറി ശ്യാംജിത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. മറ്റാരുമില്ലാത്ത സമയത്ത് വീട്ടിൽ അതിക്രമിച്ച് കയറുന്നു, ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷമാണ് ആ പെൺകുട്ടിയുടെ കഴുത്തറുത്തത് ആ നരാധമൻ. ശരീരത്തിൽ ആകമാനം 29 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 10 മുറിവുകൾ മരണത്തിന് ശേഷം ഏൽപ്പിച്ചതായിരുന്നു. അതായത് അത്രമാത്രം പകയോടെയാണ് അയാൾ ആ പെൺകുട്ടിയോട് പെരുമാറിയതെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതിൽ കേരള പോലീസിന്റെ അന്വേഷണ മികവ് തന്നെയായിരുന്നു. വളരെ വേഗത്തിൽ ഈ പ്രതിയിലേക്ക് എത്താനും അയാളെ പിടികൂടാനും പോലീസിന് കഴിഞ്ഞു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വളരെ വേഗത്തിൽ പ്രതിയെ പിടികൂടുന്നു, കുറ്റപത്രം സമർപ്പിക്കുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ ഇപ്പോൾ വിചാരണ പൂർത്തിയാക്കി പ്രതിക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും കേരള പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നതും ഏറെ പ്രധാനപ്പെട്ട തന്നെയാണ്. എം സന്തോഷ് നമ്മളോടൊപ്പം ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സന്തോഷ്, ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ശ്യാംജിത്തിന്. ഈ ശിക്ഷാവിധിയുടെ പൂർണ്ണരൂപം ലഭ്യമായോ? മനു, ശിക്ഷാവിധിയുടെ പകർപ്പ് ലഭ്യമായിട്ടില്ല. എങ്കിലും ശിക്ഷയുടെ പ്രധാന വിവരങ്ങളാണ് ലഭ്യമായിട്ടുള്ളത്. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി AV മൃദുലയാണ് ഇപ്പോൾ ഈ വിഷ്ണുപ്രിയ വധക്കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത്. പ്രതിയായ ശ്യാംജിത്തിന് 10 വർഷം കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവും, വീട്ടിൽ അതിക്രമിച്ച് കയറിയ കുറ്റത്തിന് 10 വർഷം അധിക തടവുമാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ പ്രതി കുറ്റക്കാരനാണ് എന്നുള്ള കാര്യം കോടതി കണ്ടെത്തിയത്. ഈ ശിക്ഷാവിധിക്ക് പരമാവധി ശിക്ഷ നൽകണം എന്നായിരുന്നു പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഇപ്പോൾ ജീവപര്യന്തം തടവാണ് പ്രതിക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ ശാസ്ത്രീയ തെളിവുകളാണ് വളരെ നിർണായകമായി ഈ കേസിൽ മാറിയത്. കാരണം നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ഇല്ലാത്ത ഒരു കൊലപാതക കേസായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളാണ് പ്രോസിക്യൂഷൻ ശാസ്ത്രീയമായ തെളിവുകൾ നിരത്തി ഈ കേസ് കുറ്റം തെളിയിക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണ മികവും ഈ കേസിൽ എടുത്തു പറയേണ്ടതാണ്. അന്വേഷണത്തിൽ വളരെയധികം പ്രതിസന്ധികൾ നേരിട്ട ഒരു കേസായിരുന്നു ഇത്. കാരണം ഇതിൽ ഈ ശാസ്ത്രീയ തെളിവുകൾ മുഴുവൻ ശേഖരിക്കുക, അത് കോടതിക്ക് മുൻപാകെ അവതരിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തെളിയിക്കുക തുടങ്ങിയ വലിയ വെല്ലുവിളികൾ പ്രോസിക്യൂഷന് മുൻപിൽ ഉണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവായി മാറിയത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഈ വിഷ്ണുപ്രിയ സുഹൃത്തുമായി ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ വീഡിയോ കോൾ ഈ കേസിൽ വളരെയധികം നിർണായകമായിട്ടുണ്ട്. അത് ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളെ കാണുന്നു. ഇപ്പോൾ പറഞ്ഞ വിധി പ്രകാരം 302 വകുപ്പ് പ്രകാരവും അതുപോലെ തന്നെ 449 IPC പ്രകാരവുമാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ വിധിയിൽ 449 വകുപ്പ് പ്രകാരമുള്ള വിധി പ്രസ്താവിച്ചത് 10 വർഷം തടവും അതുപോലെ തന്നെ 25,000 രൂപ പിഴയും അടക്കാനാണ്. പിഴയടച്ചില്ല എങ്കിൽ 1 മാസം. അതുപോലെ തന്നെ 302 കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ജീവിതാന്ത്യം വരെ ലൈഫ് ഇംപ്രിസൺമെൻറ്റ് കഠിന തടവ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 2 ലക്ഷം രൂപ പിഴയുമുണ്ട്. ഈ പിഴയടച്ചില്ല എങ്കിൽ 6 മാസം കൂടി തടവിന് കഴിയണം എന്നാണ് ഇപ്പോൾ കോടതിയുടെ വിധിയിൽ കാണാൻ പറ്റിയിട്ടുള്ളത്. വിശദമായ കാര്യങ്ങൾ വിധി പഠിച്ചതിന് ശേഷം പറയാം എന്നാണ് തോന്നുന്നത്. ഏതായാലും കിട്ടിയിട്ടില്ല. അതെ, പരമാവധി ശിക്ഷ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വിധിയായിരുന്നു. ഏതായാലും അത് പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് ഒന്നുകിൽ ലൈഫ് അല്ലെ ഡെത്താണ്. അപ്പോൾ ലൈഫ് കൊടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ മറ്റേതെങ്കിലും മാനദണ്ഡത്താലായിരിക്കാം പ്രോസിക്യൂഷൻ ആഗ്രഹിച്ചതുപോലെ തന്നെ ഡെത്ത് പണിഷ്മെൻറ്റ് കൊടുക്കാതിരുന്നത്. ഏതായാലും വളരെ സന്തോഷമുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്.
എല്ലാ കാര്യത്തിലും ഏതായാലും കോടതി വിധിയെ സ്നേഹത്തോട് ബഹുമാനത്തോടു കൂടി തന്നെ സ്വാഗതം ചെയ്യുകയാണ്. കൺകറന്റ് എന്നാണ് പറയുന്നത്, ഒന്നിച്ചനുഭവിച്ചാൽ മതി എന്നാണ് കോടതി വിധിയിൽ ഇപ്പോൾ പറയുന്നത്. ലൈഫ് എന്ന് പറയുന്നത് ജീവിതാവസാനം വരെയാണ്, അല്ലാതെ പ്രത്യേക ടേമൊന്നും പറഞ്ഞിട്ടില്ല. അത് പിന്നീട് അതിൻ്റെ ജയിൽ അതോറിറ്റി അതുപോലെ തന്നെ ഗവൺമെൻറ് ഒക്കെ തീരുമാനിക്കുന്നതാണ് മറ്റു കാലയളവ്. ഏതായാലും ജീവിതാന്ത്യം വരെയാണ് ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ നിയമം മൂലം നിഷ്കർഷിച്ചത്. 2 ലക്ഷം രൂപയാണ് 302 വകുപ്പ് പ്രകാരം കുടുംബത്തിന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും 2 ലക്ഷം രൂപയാണ് അതിൻ്റെ ഫൈന് ചുമത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ 449 വകുപ്പ് പ്രകാരം 25,000 രൂപയാണ് ഫൈന് ചുമത്തിയിട്ടുള്ളത്. അതെ, അത് വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റൂ എന്തുകൊണ്ടാണ് പ്രോസിക്യൂഷൻ്റെ വാദം ആ രീതിയിലുള്ള വാദം കോടതി അംഗീകരിക്കാതിരുന്നത്. വിധി പഠിച്ചതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഈ പണം അടച്ചില്ലെങ്കിൽ അതിനുശേഷം 6 മാസവും അതുപോലെ തന്നെ 1 മാസവും കൂടി അദ്ദേഹം ജയിലിൽ കിടക്കേണ്ടി വരും. അതാണ് മനു, കേൾക്കാം സന്തോഷം. മനു, ഈ കേസിൽ പ്രോസിക്യൂഷന്റെ ഇടപെടലുകൾ വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. കാരണം ഈ പ്രോസിക്യൂഷന്റെ ഇടപെടലായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഈ കേസ് തെളിയിക്കുന്നതിലും പ്രതിയെ ശിക്ഷയിലേക്ക് എത്തിക്കുന്നതിനും സഹായിച്ചത്. ഇപ്പോൾ പബ്ലിക് പ്രോസിക്യൂട്ടർ നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് ഈ ഒരു വിധിയെ കാണുന്നത്? വിധി വളരെ സന്തോഷകരമാണ്. പ്രോസിക്യൂഷനെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്. പോലീസിൻ്റെ അന്വേഷണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്, ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം അത് വളരെയധികം കോടതി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു വിധി തന്നെയാണ്, പ്രോസിക്യൂഷനെ സംബന്ധിച്ച് നല്ലൊരു വിധി തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു പോലീസിന്റെ അന്വേഷണ മികവ് എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു? തീർച്ചയായും ഈ സംഭവം നടന്ന് 12 മണിക്കൂറിനുള്ളിൽ തന്നെ പ്രതിയെ പിടിക്കാൻ പറ്റിയിട്ടുണ്ട്. 35 ദിവസം കൊണ്ട് തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ കുറ്റപത്രം കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ 90 ദിവസം വരെ ആകാവുന്ന ഈ കുറ്റപത്രം 35 ദിവസത്തിനുള്ളിൽ കൊടുത്തിട്ടുണ്ട്. അതും ശാസ്ത്രീയമായ എല്ലാ സാധ്യതകളും പ്രോസിക്യൂഷൻ കളക്ട് ചെയ്തിട്ടുണ്ട്. വളരെ നല്ല കേരളത്തിലെ പോലീസിൻ്റെ അന്വേഷണ മികവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമായിട്ട് ഈ കേസിനെ ഞാൻ കാണുകയാണ്. ഈ പ്രധാനപ്പെട്ട വിധിയിലെ കാര്യങ്ങൾ ഒന്നുകൂടി പറയാമോ? വിധിയെ സംബന്ധിച്ച് 2 വകുപ്പുകളിലാണ് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. 449 302. 449 എന്ന് പറയുന്നത് കൊലപാതകം, ഒരു ഡെത്ത് പണിഷ്മെൻറ്റ് വരെ കിട്ടാവുന്ന ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി ഒരാൾ ഒരു വീട്ടിൽ കയറി അതിക്രമം നടത്തിയാൽ 449 അതിന് 10 വർഷം വരെ തടവ് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 302 പ്രകാരം ഒരാളുടെ കൊലപാതകത്തിനുള്ള ശിക്ഷ എന്ന നിലയിൽ 302 പ്രകാരം അദ്ദേഹത്തിന് ജീവപര്യന്തം കൊടുത്തിട്ടുണ്ട്. ഏതായാലും മതിയായ ഒരു പണിഷ്മെൻറ്റ് തന്നെ കൊടുത്തു എന്നാണ് എൻ്റെ വിലയിരുത്തൽ. ഇത് ഒരുമിച്ച് അനുഭവിച്ചാൽ മതി. കഠിന തടവ്, അതാണ് ജീവിതാവസാനം വരെ. ലൈഫ് എന്ന് പറയുന്നത് ലൈഫിൽ 14 വർഷമല്ല, ജീവിതാവസാനം വരെയാണ്. അത് പിന്നീട് കോടതിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റൊക്കെ പരിഗണിക്കുന്നതാണ് അതിൻ്റെ പീരീഡിനെ സംബന്ധിച്ച്. പിഴയുണ്ട് 2 ലക്ഷം രൂപ. കൊലപാതക കേസ് 302 പ്രകാരം 2 ലക്ഷം രൂപയുണ്ട്. അതുപോലെ തന്നെ 449 പ്രകാരം 25,000 രൂപയുണ്ട്. ഇത് പൈസ അടച്ചില്ല എങ്കിൽ അവർ ഫൈൻ എമൗണ്ട് പകരം ശിക്ഷ അനുഭവിക്കേണ്ടി വരും. താങ്ക് യു. പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അജിത് കുമാറാണ് ഇപ്പോൾ സംസാരിച്ചത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഇടപെടലുകൾ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. കാരണം ശാസ്ത്രീയ തെളിവുകൾ മാത്രം നിർണായകമാകുന്ന ഈ കേസിൽ, ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ കൃത്യമായ ശാസ്ത്രീയ തെളിവുകൾ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാനും അത് കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടി ഈ തെളിവുകൾ ഏറ്റവും കൃത്യമായ സമയത്ത് തന്നെ കൃത്യമായ തെളിവുകൾ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു തുടങ്ങിയതുപോലെ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് വിഷ്ണുപ്രിയ സുഹൃത്തുമായി വീഡിയോ കോളിൽ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ആ ഫോണിലുള്ള ഏതാണ്ട് 4 മിനിറ്റോളം ദൃശ്യങ്ങൾ വീഡിയോ കോളായിരുന്നത് കൊണ്ട് തന്നെ അത് ഈ കേസിൽ വളരെ നിർണായകമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതി ശ്യാംജിത്ത് ആയുധങ്ങൾ വാങ്ങുന്നതിനായി കടയിൽ പോയതിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശ്യാംജിത്തിൻ്റെ മുഴുവൻ ഫോൺ രേഖകളും ശേഖരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ശ്യാംജിത്ത് ഈ കൊല നടത്താനായി പോയ ദിവസം ഉപയോഗിച്ച ബൈക്ക് അത് കോടതി മുറിക്കുള്ളിൽ തെളിവായി എത്തിക്കുന്ന അപൂർവമായിട്ടുള്ള ഒരു സാഹചര്യത്തിന് കൂടി ഈ വിചാരണാവേള സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വളരെ സമർത്ഥമായിട്ടുള്ള കേരള പോലീസിൻ്റെ അന്വേഷണവും പ്രോസിക്യൂഷൻ്റെ സമർത്ഥമായ ഇടപെടലും തന്നെയാണ് ഈ പ്രതി ശ്യാംജിത്തിനെ കുറ്റക്കാരൻ എന്ന് കണ്ടെത്തുന്നതിലും ഇപ്പോൾ ശിക്ഷ വിധിക്കുന്നതിലേക്കും എത്തിയിരിക്കുന്നത്. ശിക്ഷ കൊലപാതക കുറ്റത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയും അതോടൊപ്പം തന്നെ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിന് 10 വർഷം ശിക്ഷയുമാണ് ലഭിച്ചിരിക്കുന്നത്. 2 ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട്. മനു, തീർച്ചയായും ഈ പോലീസിന്റെ അന്വേഷണ മികവിനെ കുറിച്ച് സന്തോഷം പറയുമ്പോൾ ഞാൻ ആ പ്രതി ശ്യാംജിത്തിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. നോക്കൂ, ആ മരണത്തിൽ 29 മുറിവുകളാണ് ആ കുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ 10 എണ്ണം മരണത്തിന് ശേഷം സംഭവിച്ചതാണ്. അതായത് പക തീരാതെ മരിച്ചതിന് ശേഷവും ആ ശരീരത്തിൽ അയാൾ ഈ ആയുധം ഉപയോഗിച്ച് കുത്തുകയായിരുന്നു, കത്തി ഉപയോഗിച്ച് കുത്തുകയായിരുന്നു. അപ്പോൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് അയാളുടെ മനസ്സുണ്ടായിരുന്നത്, അയാൾ പെരുമാറിയത്. ഈ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത പുറത്തു വന്നിരുന്നല്ലോ, ഇയാൾ പറഞ്ഞു എന്ന് പറയുന്നത്, അതായത്
കൂടിപ്പോയ ഒരു ജീവപര്യന്തം കിട്ടുമായിരിക്കും, 14 വർഷം കഴിയുമ്പോൾ എനിക്ക് പുറത്തിറങ്ങാമല്ലോ, അപ്പോൾ എനിക്ക് 40 വയസ്സല്ലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നൊരു വാർത്തയും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രോസിക്യൂട്ടർ പറയുന്നതനുസരിച്ച് ഈ ജീവപര്യന്തം എന്ന് പറഞ്ഞാൽ അത് ഈ 14 വർഷമല്ല, ജീവിതാവസാനം വരെ അവൻ കിടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രമാത്രം ക്രൂരമായ മനസ്സോടെ നിന്ന ഒരു മനുഷ്യനാണിപ്പോൾ നിയമം അർഹിക്കുന്ന ശിക്ഷ വിധിച്ചു കൊടുത്തിരിക്കുന്നത്. തീർച്ചയായും ജീവിതാവസാനം വരെ തടവ് ശിക്ഷ അനുഭവിക്കുക തന്നെയാണ് ജീവപര്യന്തം. ഈ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് ലഭിക്കണമെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവുകൾ ഉൾപ്പെടെ ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരത്തിൽ പ്രമാദമായ കേസുകളിൽ അതിനുള്ള സാഹചര്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിധിയിൽ ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ സന്തോഷം പ്രകടിപ്പിക്കുകയും ചെയ്തത്. ഈ ജീവപര്യന്തം തടവും അതോടൊപ്പം തന്നെ 10 വർഷം ഈ വീട്ടിൽ അതിക്രമിച്ച് കയറിയതിനുള്ള തടവും 2 ലക്ഷം പിഴയുമാണ് വിധിച്ചിരിക്കുന്നത്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു കേസാണിത്. കാരണം ഈ പ്രതി പോലീസ് ഈ കൊല നടന്ന മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതിയെ പോലീസിന് പിടികൂടാൻ സാധിച്ചിരുന്നു. അന്ന് ആ കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ ഒന്നടങ്കം മാധ്യമപ്രവർത്തകർ എന്നുള്ള രീതിയിൽ നമ്മളും ഇത് അനുഗമിച്ചതാണ്. അന്ന് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈ കൊല നടന്നതിൻ്റെ പ്രതി അറസ്റ്റിലായതിന് പിന്നാലെ പ്രതിയുമായി തെളിവെടുപ്പിന് ശ്യാംജിത്തുമായി പോയ സമയത്ത് ശ്യാംജിത്തിൻ്റെ വീടിന് പിൻഭാഗത്തുള്ള ഒരു വെള്ളക്കെട്ടിലായിരുന്നു ഈ ആയുധങ്ങൾ ഉൾപ്പെടെ ഒരു ബാഗിലാക്കി ഒളിപ്പിച്ച് വെച്ചിരുന്നത്. അങ്ങോട്ടേക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ശ്യാംജിത്തിനെ കൊണ്ടുപോകുമ്പോൾ ശ്യാംജിത്ത് പോലീസുകാരോട് പറഞ്ഞതാണ് ഈ കുഴിയിൽ വീഴാതെ സാർ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറഞ്ഞത്. കാരണം ആ കൊലയിൽ ആ സമയത്ത് യാതൊരു തരത്തിലുള്ള കുറ്റബോധമോ മറ്റൊരു കാര്യമോ പ്രതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. അത് അന്ന് വാർത്തയുമായിരുന്നു. മാത്രമല്ല ഈ പോലീസിനോട് നേരത്തെ മനു പറഞ്ഞതുപോലെ ശ്യാംജിത്ത് പറഞ്ഞത് ഈ തനിക്ക് ഇപ്പോൾ 26 വയസ്സാണ്. ജീവപര്യന്തം തടവിന് ശേഷം 14 വർഷം കഴിഞ്ഞ് പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ പുതിയ ജീവിതം തുടങ്ങിക്കോളാം. അത്തരത്തിൽ പോലീസിന് മൊഴി കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. നേരത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞതുപോലെ വിചാരണ വേളയിലും ശ്യാംജിത്ത് ഒരു തരത്തിലുള്ള കുറ്റബോധം പ്രകടിപ്പിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഈ കാര്യം പ്രോസിക്യൂഷൻ കോടതിയിൽ ശക്തമായി വാദിക്കുകയും ചെയ്തിരുന്നു. ഇത് സമൂഹത്തിന് ഒരു സന്ദേശം നൽകുന്ന വിധിയായിരിക്കണം എന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു. കാരണം ഈ ശ്യാംജിത്തിനെ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ ദിവസം പബ്ലിക് പ്രോസിക്യൂട്ടർ നേരത്തെ സംസാരിച്ച അജിത് കുമാർ പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞത് ഇത് കേരളത്തിലെ പെൺകുട്ടികൾക്ക് വേണ്ടി ഈ വിധി സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സ്വതന്ത്രമായി ജീവിക്കാനുള്ള പെൺകുട്ടികളുടെ അവകാശത്തിന് വേണ്ടി ഈ വിധി സമർപ്പിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വിധിയിൽ വലിയ സന്തോഷം തന്നെയാണ് ഇപ്പോൾ പ്രോസിക്യൂഷനും പ്രകടിപ്പിച്ചിട്ടുള്ളത്. മനു, എനിക്ക് തോന്നുന്നു ഡെത്ത് പണിഷ്മെന്റിനായിരുന്നു പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നത്, പക്ഷേ ലൈഫ് ഇംപ്രിസൺമെന്റിലേക്ക് പോവുകയായിരുന്നു. എന്തായിരിക്കാം ഈ വധശിക്ഷ ഒഴിവാക്കിയത് എന്നതിനെക്കുറിച്ച് പരിശോധിക്കുമെന്നും പറയുന്നുണ്ടല്ലേ പ്രോസിക്യൂഷൻ? തീർച്ചയായും അക്കാര്യങ്ങൾ പ്രോസിക്യൂഷൻ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്കും അതിൻ്റെ വിവരങ്ങൾ ലഭ്യമാവുകയുള്ളൂ. മാത്രമല്ല ഈ വിധിപ്പകർപ്പിൻ്റെ കോപ്പി ലഭിക്കേണ്ടതുണ്ട്. അത് ലഭിച്ചതിന് ശേഷം മാത്രമേ എന്തൊക്കെ നിരീക്ഷണങ്ങൾ ഈ കോടതി ഈ കാര്യത്തിൽ ഈ കേസിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഏതായാലും പോകാം. ഇപ്പോൾ ഈ ജീവപര്യന്തമാണെങ്കിൽ കൂടിയും ഈ വിധി സന്തോഷകരമാണ് എന്നുള്ളത് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപാകെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ കേസിൽ പരമാവധി ശിക്ഷ, അതായത് വധശിക്ഷ നൽകണം എന്ന് തന്നെ പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ ഈ ജീവപര്യന്തത്തിലേക്ക് എത്തിയതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ അതിനെ സംബന്ധിച്ച് ഒരു വ്യക്തത വരികയുള്ളൂ. ഏതായാലും വളരെ പ്രമാദമായ കേസിൽ കേരളത്തിൻ്റെ മനസാക്ഷിയെ നടുക്കിയ വിഷ്ണുപ്രിയ വധക്കേസിലാണ് പ്രതി ശ്യാംജിത്തിന് ഇപ്പോൾ ഈ ഒരു ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു കൊലക്ക് കാരണമായി പറയുന്നത് പ്രണയത്തിൽ നിന്നും പിന്മാറിയതിലുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിൽ കൊല നടത്താനായി തന്നെ പ്രചോദനം ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചത് എന്നായിരുന്നു പ്രതി അന്ന് അന്വേഷണ ഘട്ടത്തിൽ പോലീസിനോട് പറഞ്ഞിരുന്നത്. മാത്രമല്ല ഇതിനായി നേരത്തെ തന്നെ കൃത്യമായിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി ആയുധങ്ങൾ ശേഖരിച്ചു. ആ ആയുധങ്ങളുമായി ഈ വിഷ്ണുപ്രിയ വീട്ടിൽ തനിയെയുള്ള സമയം മനസ്സിലാക്കി കടന്നു ചെല്ലുകയും കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു. വിഷ്ണുപ്രിയയുടെ ശരീരത്തിൽ 29 മുറിവുകളാണ് ഉണ്ടായിരുന്നത്. അതിൽ കഴുത്തിൽ മാത്രം ആഴത്തിലുള്ള 6 മുറിവുകൾ ഉണ്ടായിരുന്നു. കഴുത്ത് അറ്റ് തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഈ 29 മുറിവുകളിൽ 10 മുറിവുകൾ മരണത്തിന് ശേഷം ഏൽപ്പിച്ചതാണ് എന്നുള്ളതും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. അത്തരത്തിൽ വളരെ കൊടും ക്രൂരത തന്നെയാണ് വിഷ്ണുപ്രിയയോട് ശ്യാംജിത്ത് കാട്ടിയത് എന്നുള്ളത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലീസുകാർക്ക് ലഭിച്ച അന്വേഷണ സംഘത്തിന് ലഭിച്ച മൊഴിയിൽ നിന്നും എല്ലാം തന്നെ വ്യക്തമായിരുന്നു. അത്തരത്തിൽ വളരെ കേരളത്തിൻ്റെ മനസാക്ഷിയെ നടുക്കിയ ഒരു 23 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ കൊലപാതക കേസിലാണ് ഇപ്പോൾ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ കോടതി വിധിച്ചിരിക്കുന്നത്. മനു.